ഹലോ, വെൽക്കം ടു ഫിംഗർ മാജിക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ഹോം ഡെക്കർ ഐറ്റമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ലൈറ്റിൽ നിന്ന് തുടങ്ങാം. ഈ ലൈറ്റ് കണ്ടോ, മുകളിലിരിക്കുന്ന ലൈറ്റ്, അതൊരു ചെറിയ വിലയ്ക്ക് വാങ്ങിച്ച ഒരു ലോ ബഡ്ജറ്റ് ലൈറ്റാണ്. അതിന് ചുറ്റും ഞങ്ങൾ ഒരു സിൽവർ മിറർ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 5 റൗണ്ട് സാധനം കണ്ടില്ലേ, അത് നല്ല റിഫ്ലക്റ്റീവാണ്. വെയിലൊക്കെ വരുമ്പോൾ നല്ല പോലെ വെട്ടം അടിക്കും കേട്ടോ. ലൈറ്റ് ഇട്ടാലും നല്ല ഭംഗിയാണ്. വീഡിയോയിൽ പക്ഷേ അതൊന്നും അറിയുന്നില്ല അത്ര. പിന്നെ വിൻഡോ ഗ്ലാസ്സിൽ നമ്മൾ റിഫ്ലക്റ്റീവായിട്ടുള്ള ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൈറ്റൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അകത്തുള്ള ലൈറ്റല്ല കേട്ടോ മഞ്ഞ, അത് പുറത്ത് സിറ്റ് ഔട്ടിലുള്ള ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണേ. അപ്പോൾ നമുക്ക് ഒരു ലോ ബഡ്ജറ്റിൽ എങ്ങനെ എൻട്രിവേ അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കാം നോക്കാം. കണ്ടില്ലേ, ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. ഇത് നമുക്ക് ഒരു പ്ലാന്ററായിട്ടോ അല്ലെങ്കിൽ സൈഡ് ടേബിളായിട്ടോ യൂസ് ചെയ്യാം. താഴെ ഭാഗം മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലാന്ററായിട്ട്, ഫുള്ളായിട്ടാണെങ്കിൽ നമുക്കൊരു സൈഡ് ടേബിളോ കോഫി ടേബിളോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. കാണുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എത്ര രൂപയായെന്നൊക്കെ. എന്നാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 0 കോസ്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് സമയം മതി. വീട്ടിലുള്ള സാധനങ്ങളും കാര്യമായിട്ട് എക്സ്ട്രാ ഒന്നും വേണ്ട. അപ്പോൾ ഈ കോഫി ടേബിൾ അല്ലെങ്കിൽ സൈഡ് ടേബിൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, സൈഡ് ടേബിൾ എന്ന് പറഞ്ഞിട്ട്. ആ സൈഡ് ടേബിൾ ലിങ്കിൽ കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ഐറ്റം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിനകത്തുള്ള മിക്ക സാധനങ്ങളും ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ലോ ബഡ്ജറ്റ്, അതുകൊണ്ടാണ് ഞാൻ ലോ ബഡ്ജറ്റ് മേക്ക് ഓവർ എന്ന് പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ തീം വൈറ്റാണ്. വൈറ്റായിട്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസാണ് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. വൈറ്റ് പോട്ട്സും വൈറ്റ് ആൻഡ് സിൽവർ, വൈറ്റും സിൽവറാണ് യൂസ് ചെയ്തേക്കുന്നത്. വൈറ്റ് നല്ല റിഫ്ലക്റ്റീവ് ആയിരിക്കും, നല്ല സിൽവർ ആണെങ്കിൽ ലൈറ്റൊക്കെ നല്ല റിഫ്ലക്റ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഈ 2 കളർ കോമ്പിനേഷൻ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ പ്ലാന്റ്സ് ഒരുപാടൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല. പെപ്പറോമിയ പ്ലാന്റും അഗ്ലോണിമ, സിങ്കോണിയത്തിൻ്റെ ഒരു 3 പ്ലാന്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൂ. ഒത്തിരി പ്ലാന്റ്സ് ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. ഇൻഡോറായിട്ട് വേറെ കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ട്. പ്ലാന്റ്സൊക്കെ ഇപ്പോൾ എല്ലാവരും ഇൻഡോറും ബാൽക്കണിയും സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കും. ഇതെല്ലാം വെക്കാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് എല്ലാം എയർ പ്യൂരിഫൈ ചെയ്യും, ഇൻഡോർ എയർ പ്യൂരിഫൈ ചെയ്യും എന്നാണല്ലോ പറയുന്നത്. ഇൻഡോറായിട്ടുള്ള പൊളൂട്ടൻസ്, കെമിക്കൽസൊക്കെ ഇല്ലേ, ടൊലുവിൻ, അസറ്റോൺ, ബെൻസീൻ അങ്ങനെ പറഞ്ഞ കെമിക്കൽസിനെയൊക്കെ പ്ലാന്റ്സ് കുറയ്ക്കും എന്നാണ് നാസയുടെ സ്റ്റഡിയിൽ പറയുന്നത്. നാസ നടത്തിയ സ്റ്റഡി. അതിൽ ഒരുപാട് കൺട്രോവേഴ്സീസൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു, എങ്കിലും ഉണ്ടെന്നാണ് കൂടുതൽ പഠനങ്ങളും കാണിക്കുന്നത്. ഒരുപാട് പ്ലാന്റ്സ് 24 hours ഓക്സിജൻ റിലീസ് ചെയ്യും. അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഇൻഡോറായിട്ടൊക്കെ എപ്പോഴും ഓക്സിജൻ്റെ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. അലർജി രോഗങ്ങൾ, ആസ്മ, തുമ്മൽ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ളവർക്കൊക്കെ കുറവ് വരും എന്നൊക്കെയാണല്ലോ പഠനങ്ങൾ പലതും കാണിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്നും ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. എങ്കിലും നമുക്കറിയത്തില്ല. എങ്കിലും കൂടുതൽ പഠനങ്ങളും ചെടികളൊക്കെ ഉള്ളിൽ വയ്ക്കുന്നത് നല്ലതാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഈ പെപ്പറോമിയ പ്ലാന്റ്. പെപ്പറോമിയ പ്ലാന്റിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും അല്ലേ, നല്ല ഷൈനി ആയിട്ട് തിക്കായിട്ടുള്ള ലീവ്സാണ്. വലിയ കെയറൊന്നും അധികം വേണ്ട. അത് എനിക്ക് ഒരു പ്ലാന്റേ ഉള്ളായിരുന്നു. പ്ലാന്റിൽ നിന്നാണ് പിന്നെ ഞാൻ 10 ഉണ്ടാക്കിയെടുത്തത്. അത് ചെറിയ സ്റ്റെം കട്ടിങ് അല്ലെങ്കിൽ ലീഫ് മാത്രം കട്ട് ചെയ്ത് വെച്ചാൽ നമുക്കതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ലീഫ് കട്ട് ചെയ്ത് വെച്ചാൽ കുറേ സമയം എടുക്കും. പ്ലാന്റ് ഈ ഒരു വലുപ്പമായി വരാൻ ഏകദേശം 8-10 മാസം എടുക്കും. കണ്ടില്ലേ ചെറിയ തടി വരുന്നത്. ഇത്
സിംഗിൾ ലീഫ് കട്ടിങ് തണ്ടോട് കൂടെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരുപാട് പേരൊക്കെ പറയുന്നുണ്ട് ലീഫിൻ്റെ ഹാഫ് മതി, ഹാഫിൽ നിന്നും ചെടി ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഞാൻ വെച്ചിട്ട് അങ്ങനെ ഉണ്ടായില്ല, ലീഫെല്ലാം കേടായി പോയതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് കൂടുതലും ചെറിയ സ്റ്റെം കട്ടിങ്, 2-3 ലീഫുള്ള ചെറിയ സ്റ്റെം കട്ടിങ് വെച്ചിട്ടാണ് പെപ്പറോമിയ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, റൂട്ടുണ്ട്. ലീഫിന് തണ്ടിനിടയ്ക്ക് സ്റ്റെമ്മിനിടയ്ക്ക് ചെറിയ ചെറിയ റൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ സ്റ്റെം കട്ടിങ് 2-3 ലീഫുള്ള ചെറിയ സ്റ്റെം കട്ടിങ് എടുത്തിട്ട് പോട്ടിങ് മിക്സറൊക്കെ എടുത്ത് പോട്ടിൽ വെച്ച് കണ്ടോ, റൂട്ട് കണ്ടില്ലേ, മണി പ്ലാന്റിൻ്റെ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് റൂട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ റൂട്ട്സോട് കൂടിയ ചെറിയ സ്റ്റെം കട്ടിങ് എടുത്ത് വെച്ചാൽ നമുക്ക് ഒത്തിരി നല്ലതാണ്. പെട്ടെന്ന് തന്നെ പ്ലാന്റ് വലുതായി വരും. ചെറിയ സ്റ്റെം കട്ടിങ് ആണെങ്കിൽ 4-5 മാസത്തിൽ ഇത്ര ഒരു സൈസായി വരും. ഒരു ലീഫ് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും അതൊരു വലിയ പ്ലാന്റായിട്ട് ഈ ഒരു സൈസായി വരാൻ. 8-10 മാസം, ചിലപ്പോൾ 1 വർഷം തന്നെ എടുക്കും സൈഡിൽ നിന്ന് ബേബി പ്ലാന്റ് ഉണ്ടായി വരാനായിട്ട്. പെപ്പറോമിയ പ്ലാന്റിനെ ബേബി റബ്ബർ പ്ലാന്റ് എന്നും പറയും കേട്ടോ. ഇൻഡോറായിട്ട് വയ്ക്കാൻ വളരെ നല്ലതാണ്. റബ്ബർ പ്ലാന്റും ബേബി റബ്ബർ പ്ലാന്റും 24 hours ഓക്സിജൻ റിലീസ് ചെയ്യുന്ന പ്ലാന്റ്സാണത്. അതുകൊണ്ട് നൈറ്റിൽ പ്രോബ്ലം ഒന്നുമില്ല. ബെഡ്റൂമിൽ വേണമെങ്കിലും വയ്ക്കാവുന്ന പ്ലാന്റ്സുകളുടെ കൂട്ടത്തിലുള്ളതാണ് ഈ ബേബി റബ്ബർ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 4-5 പെപ്പറോമിയ പ്ലാന്റാണ് വെച്ചേക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഇൻഡോറായിട്ടാണ് വെച്ചേക്കുന്നത്. നല്ല മഴയാണ് ഇവിടെ, മഴയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. പിന്നെ കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? മഴയുടെ ശബ്ദം കാരണം കിളികളുടെ ശബ്ദം അധികം ഒന്നും നമുക്ക് കേൾക്കുന്നില്ല. ഇത് ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാണേ. ഇത് കണ്ടില്ലേ, നല്ല റിഫ്ലക്റ്റീവാണ്, നല്ല റിഫ്ലക്റ്റീവാണ് കേട്ടോ. ഒരു ലൈറ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കണ്ടോ, സൂര്യപ്രകാശമൊക്കെ നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യും. നമുക്ക് മുഖം വേണമെങ്കിലും നോക്കാം, അത്ര നല്ല ക്ലാരിറ്റി ഉണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ചെടി വെച്ചാൽ മതി, 1-2 ചെടി വെച്ചാൽ 10 ചെടി വെച്ചതിൻ്റെ ഗുണമാണ്. പക്ഷെ അത് അതിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വർണ്ണക്കടയിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ, കുറച്ച് മാല വെച്ചിട്ട് അപ്പുറത്ത് മിറർ വയ്ക്കുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത്, അതുപോലെ കുറച്ച് ചെടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് നിൽക്കുമ്പോൾ നിറച്ച് ചെടി ഉള്ള പോലെ തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണവും കൂടെ ഉണ്ട് ഇങ്ങനത്തെ റിഫ്ലക്റ്റീവ് സാധനം വയ്ക്കുമ്പോൾ, കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് തോന്നും. ഈ ചെറിയ ഒരു ഇത് കണ്ടോ, ഫ്ലവർ വേസ് ആയിട്ടോ അല്ലെങ്കിൽ പ്ലാന്റ്സൊക്കെ വാട്ടർ പ്രൊപ്പഗേഷൻ എടുക്കാം. ഞാനത് കുഞ്ഞ് മണി പ്ലാന്റ് ലീവ്സ് വാട്ടർ പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചേക്കുവാണേ. വൈറ്റ് ആയിട്ടുള്ള ഈ സാധനം, ഇത് 0 കോസ്റ്റ് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഐറ്റമാണേ. കണ്ട പെപ്പറോമിയ പ്ലാന്റ് നല്ല ഷൈനി അല്ലേ, ലീവ്സൊക്കെ നല്ല ഭംഗിയല്ലേ, പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നല്ലേ, നല്ല ഭംഗിയുണ്ട് ലീവ്സൊക്കെ കാണാൻ. സ്റ്റെമ്മിന്ന് റൂട്ട് കണ്ടില്ലേ. പിന്നെ ഗ്ലോണിമയും സിങ്കോണിയും അധികം പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ മണി പ്ലാന്റ് കണ്ടില്ലേ, വലിയ ലീഫ് മണി പ്ലാന്റിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, കൂടുതലൊന്നും പറയുന്നില്ല. ഇതും ഞാൻ ഒന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ സ്റ്റാൻഡ് ഒരു പഴയ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് പെയിൻ്റൊക്കെ പോയി തുരുമ്പിച്ച് ഒടിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. അത് ഞാനിങ്ങനെ മോഡിഫൈ ചെയ്തെടുത്ത് അതിൻ്റെ കാലിലൊക്കെ സിൽവർ റിഫ്ലക്റ്റീവ് പേപ്പറൊക്കെ ഒട്ടിച്ച് അലുമിനിയം ഫോയിൽ കൊണ്ട് 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കി 3 കാലിലും വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്ററും അലുമിനിയം ഫോയിൽ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തതാണേ. അപ്പോൾ ഈ സിൽവറും വൈറ്റും ഐറ്റവും കൂടെ കമ്പൈൻ ചെയ്തിങ്ങനെ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. വെട്ടമൊക്കെ വരുമ്പോൾ നല്ലതായിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യും, നല്ല ഭംഗിയാണ്. എല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്നാണ്, ഇത് എങ്ങനെ എത്ര വിലയായി, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ എല്ലാവരും പറയും. ഈ വൈറ്റും ഈ റിഫ്ലക്റ്റീവൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ഒത്തിരി സ്പേസ് ഉള്ള പോലെ തോന്നും കേട്ടോ.
മണി പ്ലാന്റിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാവേ. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ ലൈറ്റ് ഒരു സാധാ ലൈറ്റാണ്, അധികം വിലയൊന്നും ഇല്ലാത്ത ലൈറ്റാണ്. അതിൻ്റെ ചുറ്റും ഈ 5 റൗണ്ട് അത് റിഫ്ലക്റ്റീവായിട്ടുള്ള മിറർ വാൾ സ്റ്റിക്കറാണ്. മിറർ വാൾ സ്റ്റിക്കർ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇതിൽ തിളക്കമൊന്നും അത്ര അറിയുന്നില്ല വീഡിയോയിൽ, പക്ഷെ നല്ല ഭംഗിയാണ്, നല്ല റിഫ്ലക്ഷനാണ് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ ബാക്കി വന്ന് 2 എണ്ണം വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. കുറച്ചും കൂടെ റിഫ്ലക്റ്റീവായിട്ട് അത് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഈ ടൈം ആയതുകൊണ്ടായിരിക്കും നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ ഭംഗിയൊന്നും മനസ്സിലാവാത്തത്. നല്ല ഭംഗിയാണ്, എല്ലാവരും വരുമ്പോൾ ചോദിക്കും എന്താ ഏതെവിടെ നിന്നാന്നൊക്കെ. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടുമേ. ആ ഒരു ലൈറ്റ്, ഒരു ചെറിയ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ചുറ്റും ഒട്ടിച്ചപ്പോൾ വലുതായിട്ട് തോന്നുന്നതാണ്. അതേ കണ്ടോ, ഈ ഷെൽഫിന് മുകളിലായിട്ട് 2 എണ്ണം സി പോലെ ഇരിക്കുന്ന അത് മറ്റേത് ഒട്ടിച്ചതിൻ്റെ ബാക്കിയാണ്. നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലേ ലൈറ്റ്? നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കണ്ണഞ്ചെന്ന പ്രകാശമാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്തത് ബാൽക്കണി മേക്ക് ഓവർ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബാൽക്കണി മേക്ക് ഓവർ വീഡിയോ കാണാൻ മറക്കരുതേ. നമുക്ക് കാണാനുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിളിക്കൂടാണ്. ഇവിടെ വരുന്നവരെ എല്ലാം റിസീവ് ചെയ്യുന്നത് നമ്മുടെ കിളികളുടെ ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സൗണ്ടാണ്. ഇത് കണ്ടോ, കിളിക്കൂട്, കുഞ്ഞു കുഞ്ഞ് കിളികളുണ്ട്. അവർക്ക് ഒരു മരത്തിനെ എൻക്ലോസ് ചെയ്തിട്ടാണ് കിളിക്കൂട് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം മരത്തിൻ്റെ ബ്രാഞ്ചസും ലീവ്സും ഒക്കെ കിളിക്കൂടിനകത്തുണ്ട്. കിളികൾക്ക് അവരുടെ ഒരു വീട് പോലെ തന്നെയാണത്. പിന്നെ മുട്ടയിടാനുള്ള പോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.